പ്രിയപ്പെട്ടവരെ, നാട്ടികയിൽ 2 പേരുടെ ലഹരി യാത്രയെടുത്തത് നിരാലംബരായ 5 മനുഷ്യജീവിതങ്ങളാണ്. തൃശ്ശൂരിൽ പാതയോരങ്ങളിൽ, കടൽ തിണ്ണകളിൽ, പാലത്തിന്റെ അടിയിൽ, മെട്രോ തൂണുകളുടെ തണലിലൊക്കെ പ്രാണൻ കയ്യിൽ പിടിച്ച് കിടന്നുറങ്ങുന്നവർ നിരവധിയാണ്. ലഹരിയെ കൂട്ടുപിടിച്ച് നിരത്തിലിറങ്ങുന്നവർക്കറിയില്ല വഴിയോരത്തെ അരക്ഷിത ജീവിതങ്ങളെ, പ്രിവിലേജുകളൊന്നുമില്ലാത്ത സാധാരണ മനുഷ്യരെ. ആ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് റിപ്പോർട്ടർ ഈ രാത്രി റിപ്പോർട്ടർ ലൈവാത്തോണിലൂടെ. തത്സമയം റിപ്പോർട്ടറിന്റെ വാർത്താ സംഘം കേരളത്തിന്റെ നഗരങ്ങളിലേക്ക് ഇറങ്ങുന്നു. കേരളത്തിൽ സ്വന്തമായി കൂരയില്ലാതെ പൊതുനിരത്തുകളിൽ അഭയം പ്രാപിച്ച മനുഷ്യരുടെ അടുത്തേക്ക് റിപ്പോർട്ടർ ചെല്ലുകയാണ്. എത്രത്തോളം സുരക്ഷിതമാണ് നമ്മുടെ വഴിയോര ജീവിതങ്ങൾ? ലഹരിക്കടിപ്പെട്ട് 20 സെക്കൻഡ് നേരം ആ ഡ്രൈവർ കണ്ണടച്ചതേയുള്ളൂ. 5 പേരുടെ ജീവിതമാണ് നിരത്തിൽ പൊലിഞ്ഞുപോയത് രാത്രിയിൽ. കൊച്ചിയിൽ നിന്നും അല്ലമീൻ, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും ദീപക് മലയമ്മ, തിരുവനന്തപുരത്ത് നഗരമധ്യത്തിൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അരുൺ സോളമൻ, ഒപ്പം അലി അക്ബർ ഷാ കൊച്ചിയിൽ നിന്നും, കൊല്ലം നഗരത്തിൽ ആശ്രമ മൈതാനത്തു നിന്നും ദിലീപ് ദേവസയും, പ്രവീൺ പുരുഷോത്തമൻ പത്തനംതിട്ടയിൽ നിന്നും നമുക്കൊപ്പം തത്സമയം ചേരും റിപ്പോർട്ടർ ലൈവാത്തോണിൽ. വഴിയോര ജീവിതങ്ങൾ സുരക്ഷിതമോ എന്നാണ് ചോദ്യം. ആദ്യം നമ്മൾ അല്ലമീനിലേക്ക് പോകും. അല്ലമീൻ, വെരി ഗുഡ് ഈവനിങ്. നാട്ടികയിലെ 5 മനുഷ്യർക്കിടയിലെ കോടിക്കേറിയ മരണവാഹനം നമ്മുടെയെല്ലാം നെഞ്ചു പിളർത്തുന്ന ഓർമ്മയാണ്. നാടും നഗരവുമെല്ലാം സുരക്ഷിതമായി ഉറങ്ങുമ്പോൾ പാതയോരങ്ങളിൽ അന്തിയുറങ്ങുന്ന നിരവധി മനുഷ്യരാണ് സംസ്ഥാനത്തുള്ളത്. കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗത്തും സമാന കാഴ്ചകൾ അനവധിയാണ്. നഗരം ഉറങ്ങുമ്പോൾ വൈറ്റിലയിലെ തെരുവിലുറങ്ങുന്ന ആളുകൾക്കിടയിൽ നിന്ന് അല്ലമീൻ നമുക്കൊപ്പം ചേരുകയാണ്. അല്ലമീൻ, എന്താണ് കാഴ്ചകൾ? അവിടെ പാതയോരങ്ങളിൽ ഉറങ്ങുന്ന മനുഷ്യർ എത്രത്തോളം സുരക്ഷിതമാണ്? ഒന്ന് പാളിയാൽ ഇവരുടെ മുകളിലേക്ക്, ജീവിതത്തിനും മരണത്തിനുമിടയിലേക്ക് ആ ചക്രം വന്ന് കയറാനുള്ള സാധ്യത എത്രത്തോളമുണ്ട് അല്ലമീൻ? അരുൺകുമാർ, ഞാനിപ്പോൾ നിൽക്കുന്നത് വൈറ്റിലയിലാണ്. കൊച്ചിയുടെ നഗരഭാഗമാണ്, നഗരഹൃദയമാണ് വൈറ്റില എന്ന് പറയുന്നത്. നിരവധി വാഹനങ്ങൾ, നമുക്ക് ആദ്യം അത് കാണാം. ഇവിടുത്തെ തിരക്ക്, നമുക്ക് ഈ മണിക്കൂറിലെ തിരക്ക് നമുക്കൊന്ന് കാണാം. രാത്രിയായിരുന്നാലും പകലായിരുന്നാലും ഒക്കെ ഈ തിരക്ക് ഇതുപോലെയുണ്ട്. പല ഭാഗത്തു നിന്നായി കടന്നു വരുന്ന വാഹനങ്ങൾ അനവധിയാണ്. ഈ വാഹനങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ നടു റോഡിൽ നിന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം, അന്തിയുറങ്ങുന്ന ആളുകളിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. അവർ കിടക്കാനായി അഭയം പ്രാപിക്കുന്നത് ഇത്തരത്തിലുള്ള മെട്രോ തൂണുകൾക്ക്, മെട്രോ പില്ലറുകൾക്ക് താഴെ, തൂണുകൾക്ക് താഴെ, പാലങ്ങൾക്കടിയിലൊക്കെയാണ് അവർ അന്തി ഉറങ്ങുന്നതിനായി ഇടം കണ്ടെത്തുന്നത്. റോഡിൻ്റെ മേൽപ്പാലമാണ് മുകളിലുള്ളത്. അതിന് താഴ്ഭാഗത്തായും നിരവധി ആളുകളാണ്. ഇതിപ്പോൾ വൈറ്റിലയിലെ മാത്രം കാഴ്ചയാണെങ്കിൽ നിരവധി സ്ഥലങ്ങളിൽ ഈ തരത്തിൽ ആളുകൾ ഉണ്ട് എന്നുള്ളത് ഏറെ പ്രധാനമാണ്. അവർ കൈകൂപ്പി കാണിക്കുന്ന കാഴ്ച കൂടി കാണാം. ചേട്ടാ, എന്നും ഇവിടെയാണോ കിടക്കുന്നത്? ഇവിടെ സ്ഥലം എവിടെയാ? തമിഴ്നാട്. എത്ര പേരുണ്ട്? എല്ലാ ദിവസവും ഇവിടെ തന്നെയാണോ വരുന്നത്? ഇവിടെ കിടക്കുമ്പോൾ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലേ നിങ്ങൾക്ക്? നമുക്ക് ബുദ്ധിമുട്ടില്ല. നമുക്ക് ഇപ്പോൾ ഒരാഴ്ച വന്നാണ്. ഒരാഴ്ചയാ? എന്താ ജോലി? എന്താ ജോലി? പണിക്ക് പോകുന്നുണ്ട്. കാങ്ങോട്ട് ജോലിക്ക് പഠിക്കാൻ കൂടെ പോകുന്നുണ്ട്. ഒരുപാട് വാഹനങ്ങളൊക്കെ പോകുന്ന സ്ഥലമാണ്, റോഡിന്റെ നടുവാണ്. പേടിയൊന്നും ആവില്ല അങ്ങനെ കിടക്കാൻ? വാഹനങ്ങളുടെ കുറച്ച് കടികൾ തിരിയേക്കണം, ഇറങ്ങാനും ചെറുക്കാരെ വേറെ ഒന്നുമില്ല. ഒരാൾ ഒറ്റയ്ക്ക് വന്നിട്ട് അതാണ് പണിക്കെട്ടിൽ പണിക്ക് വയ്ക്കണം. അവിടെ ഒന്നുമില്ല, അവിടെ പണിയെടുക്കാറുണ്ട്. കയറി കിടക്കാടമില്ല, എവിടെ പോയി കിടക്കുമെന്നുള്ളതാണ്. ഒന്നുമില്ലാത്തവർക്ക് ഇവിടെ അല്ലാതെ വേറെ എവിടെ അഭയം എന്നുള്ളതാണ് അവരൊക്കെ ചോദിക്കുന്നത്. സൈഡിലാണല്ലേ? സുരക്ഷിതമാണോ? ഇല്ല, നമ്മൾക്ക് വീടില്ല. ഇത് 10 നാளைക്ക് പണിയെടുത്തിട്ട് തിരിച്ചു പോയി. എന്താ സാറേ? ഇവിടെ തന്നെ കിടക്കാം സാറേ. ഒരുപാട് പോകുന്നുണ്ട്, റോഡിന്റെ സൈഡാണ്. പേടിയൊന്നുമില്ലേ? അതെ, വാഹനങ്ങളൊക്കെ ഒരുപാട് പോകുന്നുണ്ട്. അപകട സാധ്യതയൊക്കെ ഉള്ളതല്ലേ? അവിടെ സാഗം നമ്മ വന്ന് 10 ദിവസം പഠിപ്പோம், 10 ദിവസം ഊര് പോകും. நம்ம வேற என்ன வெறுതെ வாடகை எடுத்துட்டு நம்ம வெறுതെ പൈസ പോകും. அதெல்லாம் வந்து 10 ദിവസം 10 ദിവസം നാട്ടെ പக்கம் പോകും. വേറെ ഒരു കാര്യമില്ല സാർ. കൊതുക് ശല്യമൊന്നുമില്ല ഇവിടെ? കൊതുക് ശല്യം ഒന്നും கிடையாது சார். அந்த சல்லியம் ஹிந்திக்காரங்க சல்லியம் தான் பெரிய சல்லியம். வேற எந்த சல்லியம் கிடையாது. ஹிந்திக்காரங்க எல்லாம் வந்து അട്ടുള്ളിയും മണ്ടേ വേറെ ഒന്നും ഇല്ല സാറേ. ഈറ്റൊക്കെ വിരിച്ചാണല്ലോ കിടക്കുന്നത്. രാത്രി തണുപ്പൊക്കെ ഉണ്ടാവില്ലേ? ഉറങ്ങാൻ പറ്റുമോ നല്ലതുപോലെ? പതപ്പുണ്ട് സാറേ. പതപ്പ് വെച്ചിട്ട് പതപ്പ് സാറേ. ഇവിടെ കിടന്നാൽ നല്ലതുപോലെ ഉറങ്ങാൻ പറ്റുമോ? ഉറക്കം കിട്ടുമോ? പറ്റില്ല. എന്താ நம்ம കുടുംബത്തൊക്കെ வந்து பொண்ணு வரணும், പഠിക്കാൻ, ജീവിക്കണം. അതാണ് വേറെ ഒന്നും സാറേ. நம்ம வேற ஒன்றும் கிடையாது. நம்ம ജീവിതത്തെ കുടുംബത്തിനനുസരിച്ച് ജീവിച്ചു. വെറുതെ 1 മാസം വാടക കൊടുത്ത് நம்ம வந்து போய் என்ன செய்ய முடியும்? அதான்
കുമാർ, അതാണ് വാടക കൊടുക്കാനില്ല, വെറുതെ വാടക കൊടുക്കണം, അവർ കിടക്കുന്നത് കൂടി കാണുക. അരുൺ നേരത്തെ ചോദിച്ച ചോദ്യം വാഹനങ്ങൾ പോകുന്നതിനടുത്താണെന്ന്. നടു റോഡാണ് അരുൺകുമാർ. ഇതിപ്പോൾ നമ്മൾ നാട്ടുകയിൽ കണ്ടത് നമ്മൾ കണ്ടത് ഈ പണി നടക്കുന്ന റോഡാണ്. വാഹനങ്ങൾ കടന്നു പോകില്ല എന്ന് ഉറപ്പുള്ള സ്ഥലത്തായിരുന്നു ആളുകൾ കിടന്നിരുന്നെങ്കിൽ ഇത് നമുക്ക് നടു റോഡാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇരുഭാഗത്തും കൂടി നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നു. ഇവർ കിടക്കുന്നതിന് മുകളിൽ കൂടി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. മേൽപ്പാലമാണ്, അവിടെ കൂടി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. അത്തരത്തിൽ റോഡിൻ്റെ നടുവിൽ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഷീറ്റൊക്കെ വിരിച്ച് പ്ലാസ്റ്റിക് ചാക്കൊക്കെ വിരിച്ചാണ് അവർ ഇവിടെ കിടക്കുന്നത്. ഇത്തരത്തിൽ കിടക്കുമ്പോൾ ഈ വാഹനങ്ങൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി വാഹനങ്ങൾ, നമുക്കൊന്നുകൂടി ആ റോഡിൻ്റെ മറുഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ വാഹനങ്ങളുടെ നീണ്ട നിര നമുക്ക് കാണാം. ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ അവരുടെ കണ്ണിലേക്ക് വന്ന് പതിക്കുന്ന ഈ ലൈറ്റുകളുണ്ട്. അതിനപ്പുറത്തേക്ക് രാത്രിയുടെ അന്ത്യയാമങ്ങളായി കഴിഞ്ഞാൽ ശരീരത്തിലേക്ക് വന്ന് പതിക്കുന്ന തണുപ്പുണ്ട്. അതിനപ്പുറത്തേക്ക് ശരീരം പൊതിഞ്ഞു കൊത്തുന്ന കൊതുകിൻ്റെ ശല്യമുണ്ട്. അതിനെയെല്ലാം അവഗണിച്ചാണ് അവർ ഇവിടെ കിടക്കുന്നത്. അങ്ങനെ കിടക്കുമ്പോൾ എത്രത്തോളം ഉറക്കം കിട്ടുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മൾ ഈ കാണുന്ന ആളുകളൊക്കെ ഇത്തരത്തിൽ പായ വിരിച്ചും ഷീറ്റ് വിരിച്ചും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ചാക്ക് വിരിച്ചുമൊക്കെയാണ് അവർ കിടക്കുന്നത്. ചിലർക്ക് മൂടാനുണ്ട്, ചിലർക്ക് മൂടാനില്ല, ചിലർക്ക് ഉടുത്തിരിക്കുന്ന വസ്ത്രം തന്നെ അവർ പുറപ്പായി. അതിനപ്പുറത്തേക്ക് കുറച്ച് അരുൺ ആ ഒരു ദൃശ്യം കൃത്യമായി മനസ്സിലാക്കി തരാം. അതായത് നമ്മുടെ ക്യാമറാമാൻ സബിൻ കാണിച്ചു തരും. ഈ കിടക്കുന്ന ആളുകളിൽ നിന്ന് ഒരു സജഷൻ ഷോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം. നിരവധി ആളുകൾ ഇവിടെ ഇരിക്കുന്നു. അവർക്കപ്പുറത്തു കൂടി കടന്നു പോകുന്ന വാഹനങ്ങളുടെ നീണ്ട നിര നമുക്ക് കാണാം. നമ്മളിരിക്കുന്നതിന് തൊട്ട് പിറകിലും വലിയ വാഹനങ്ങളുടെ നീണ്ട നിരയുണ്ട്. അങ്ങനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നടു റോഡിൽ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ആ രീതിയിലാണ് അവർ കിടക്കുന്നത്. വലിയ ടാങ്കറുകളും വലിയ ലോറികളും വലിയ വാഹനങ്ങളും ഒക്കെ കടന്നു പോകുന്ന ഒരു ഭാഗമാണ്. തിരുവനന്തപുരത്തേക്കും തൃശ്ശൂരേക്കും ഒക്കെ പോകുന്ന വാഹനങ്ങളൊക്കെ ഇതുവഴിയാണ് കടന്നു പോകേണ്ടത്. അപ്പോൾ അങ്ങനെ എവിടേക്ക് പോകണമെങ്കിലും ഈ വൈറ്റിൽ വന്നിട്ട് പോകേണ്ട വാഹനങ്ങളായതുകൊണ്ട് തന്നെ രാത്രി യാത്രകളിലൊക്കെ നടക്കുന്ന ആളുകൾ നിരവധി വാഹനങ്ങൾ അങ്ങനെ കടന്നു വരാറുണ്ട്. ആ വാഹനങ്ങളുടെ നീണ്ട നിര നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം തിരക്കേറിയ പ്രദേശത്താണ് ആളുകൾ ഈ വിധത്തിൽ കിടക്കുന്നത് എന്നുള്ളത്. നമുക്ക് മറ്റൊരു കാഴ്ച കൂടി കാണിച്ചു തരാൻ പറ്റും. ഇവിടെ നിരവധി ആളുകൾ ഇവിടെ കിടക്കുന്നുണ്ട്. അവർക്ക് മൂടാനുള്ള പുതപ്പുണ്ടെന്ന് പറയുന്നു ചിലർ അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം തന്നെ പുതപ്പായി ഉപയോഗിക്കുന്നു. ചിലർക്ക് അതുപോലുമില്ല. അതിനപ്പുറത്തേക്ക് നമ്മൾ കണ്ട മറ്റൊരു കാഴ്ച കൂടി കാണിച്ചു തരാം. തൊട്ടപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു നെറ്റ് അടിച്ചിട്ട് കൊതുക് കടിയൊന്നും കൊള്ളാതെ കിടക്കാൻ തക്ക വിധത്തിൽ ഒരു സൗകര്യം ഒരുക്കി കിടക്കുന്ന ആളുകളെ കൂടി തൊട്ടപ്പുറത്ത് കാണാനാകും. അങ്ങനെ ഈ തരത്തിൽ നാടും നഗരവും ഒക്കെ ഉറങ്ങുമ്പോൾ തെരുവിലുറങ്ങുന്ന നൂറുകണക്കിന് ആളുകളാണ് കൊച്ചിയുടെ നഗരഭാഗത്തുള്ളത്. കൊച്ചിയിൽ മാത്രമല്ല, സംസ്ഥാനത്തെല്ലായിടത്തും സമാനമായ കാഴ്ചകൾ തന്നെയാണ്. പലർക്കും ഇവിടെ വന്ന് ആളുകൾ വാഹനത്തിൽ വന്ന് ഭക്ഷണമൊക്കെ കൊടുക്കുമ്പോൾ അതൊക്കെ വാങ്ങി കഴിച്ചിട്ട് കിടക്കുന്ന ആളുകളെയും നമുക്ക് കാണാനാകും. അങ്ങനെ നേരത്തെ ഒരാൾ ചോദിച്ചൊരു ചോദ്യമാണ് പ്രധാനം. ഈ ഒരു മാസം വരെ വാടക കൊടുത്ത് കഴിയേണ്ട സാഹചര്യം, അല്ലെങ്കിൽ അതിനുള്ള ശമ്പളമില്ല, അതിനുള്ള ജോലിയില്ല, വരുമാനമില്ല, കിട്ടുന്ന ശമ്പളം കുടുംബം പോറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ വന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഉറങ്ങാനൊന്നും പറ്റില്ല. പക്ഷേ കുടുംബത്തെ ഓർത്ത് ഈ രീതിയിൽ മുന്നോട്ട് പോവുകയല്ലാതെ അവർക്ക് മുന്നിൽ മറ്റു വഴികളില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് തന്നെയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ പാലത്തിൻ്റെ മറ്റൊരു ഭാഗത്തുള്ളൊരു കാഴ്ച കൂടി നാം കാണിച്ചു തരാം. നെറ്റ് വലിച്ചു കെട്ടി അതിനകത്ത് ആളുകൾ കിടന്നുറങ്ങുന്ന ഒരു കാഴ്ചയാണ്. കൊതുക് കടി കൊള്ളാതിരിക്കാൻ എന്നും മറ്റും കണ്ടെത്തിയ ഒരു ഉപാധി കൂടി നമുക്ക് കാണാം. നട റോഡിലാണ്, അല്ലെങ്കിൽ നട റോഡിനോട് ചേർന്ന് നെറ്റടിച്ച് കിടക്കുമ്പോൾ മറ്റൊരാൾ കിടക്കാൻ പോലും ആ രീതിയിൽ നെറ്റടിച്ച് കിടക്കാനൊന്നുമില്ല. കൊതുക് കടിച്ചാൽ കടി കൊള്ളണം, മറ്റ് ഈച്ചയുടെയോ മറ്റോ ശല്യമുണ്ടെങ്കിൽ അതൊക്കെ സഹിച്ച് അവർ കിടക്കേണ്ടി വരും. തൊട്ടപ്പുറത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നെറ്റടിച്ച്, അതായത് റോഡിൻ്റെ ഭാഗത്ത് തന്നെ പാലത്തിനടിയിൽ നെറ്റടിച്ച് കിടന്നുറങ്ങുന്ന ആളുകളെയും നമുക്ക് കാണാം. അങ്ങനെ ഒരു സംവിധാനം ആളുകളെയും കാണാം. നിരന്തരം നമ്മൾ കണ്ണടച്ചു പോകുന്ന കാഴ്ചകളാണ്. പക്ഷേ ഈ തൃശ്ശൂരിൽ താങ്ക് യു അല്ലമീൻ കാണിച്ചു തരുന്ന കാഴ്ചകളെല്ലാം ഒന്ന് നിയന്ത്രണം വിട്ടാൽ, ഒന്ന് ബ്രേക്ക് പെഡലിൽ കാൽ അമർത്താതിരുന്നാൽ, ഒന്ന് ആക്സിലേറ്ററിൽ കുറച്ച് വേഗതയിൽ കാൽ അമർന്നു പോയാൽ, ഒന്ന് കൺപോളെ അടഞ്ഞു പോയാൽ വാഹനം പോയി കയറുന്നത് ഇവരുടെയൊക്കെ ജീവിതങ്ങളിലാണ്, ഇവരുടെയൊക്കെ ശരീരങ്ങളിലാണ്. അതിലൊരാൾ പറഞ്ഞത് കേട്ടില്ലേ, എൻ്റെ മോളെ എനിക്ക് പഠിപ്പിക്കണം, വാടകയ്ക്ക് റൂമെടുത്ത് കിടക്കാനുള്ള ശേഷിയില്ല, അതുകൊണ്ട് അതാത് ദിവസത്തെ ശമ്പളം ചുരുക്കൂട്ടി വെച്ച് ഈ അരക്ഷിതമായ അവസ്ഥയിൽ കിടന്നുറങ്ങി, അഥവാ ഉറക്കം പോലെ ഒന്ന് വരുത്തി അവർ വീണ്ടും രാവിലെ പണിക്ക് പോകും. അതിനുശേഷം 10 ദിവസത്തെ ശമ്പളവുമായി അവർ തിരിച്ച് കണ്ണൂരിലേക്കോ നാട്ടിലേക്ക് എവിടെയാണെന്ന് വെച്ചാൽ പോയി ആ കുടുംബത്തിനെ പോറ്റാനുള്ള പണം അവർക്ക് കൊടുത്ത് വീണ്ടും തിരികെ വരും. എത്രമേൽ അരക്ഷിതമാണ് നമ്മുടെ നഗരങ്ങളിലെ വഴിയോര ജീവിതങ്ങൾ എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് റിപ്പോർട്ട്. നമ്മൾ കൊച്ചിയിൽ നിന്നും ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. തെരുവുകളിൽ ഒറ്റപ്പെട്ടു പോയ ഭവനരഹിതരായ ആളുകളെ സംരക്ഷിക്കുന്നതിനാണ് കോഴിക്കോട് ജില്ലാ ഭരണകൂടം ഉദയം പദ്ധതി ആവിഷ്കരിച്ചത് 2020. ആ പദ്ധതി ആരംഭിച്ച് നിരവധി ആളുകളെ പുനരധിവസിപ്പിച്ചു. പക്ഷേ എങ്കിലും ഇന്നും തെരുവിടങ്ങളിൽ അന്തിയുറങ്ങുന്നവർ വിരളമല്ല നഗരത്തിൽ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും ദീപക് മലയമ്മ നമുക്കൊപ്പം രാത്രി കാഴ്ചകളുമായി ചേരും. വഴിയോര ജീവിതങ്ങൾ സുരക്ഷിതമോ എന്നാണ് ചോദ്യം. ദീപക, കൊച്ചിയിലെ കാഴ്ച നമ്മൾ കണ്ടു, കോഴിക്കോട്ടെ കാഴ്ചകൾ എങ്ങനെയാണ്?
ഞാൻ നിൽക്കുന്നത് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മുൻവശത്താണ്. ഇത് എല്ലാ സമയത്തും ഇതുപോലെ ഗതാഗതമുള്ള മേഖലയാണ് എന്ന് പറയാം. ഈ ഒരു പ്രദേശത്താണ് നിരവധി ആളുകൾ ഇപ്പോൾ റോഡരികിൽ കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നഗരത്തിന്റെ പല മേഖലകളിൽ ഇത്തരത്തിൽ കിടക്കുന്ന ആളുകളെ പുനരധിവസിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമിട്ട് 2020-ലാണ് നേരത്തെ ഉദയം പദ്ധതി ജില്ലാ ഭരണകൂടം കൊണ്ടുവരുന്നത്. അത് പ്രകാരം ആളുകളെ ഇവിടെ നിന്നും മാറ്റുകയും അവർക്ക് ഷെൽട്ടർ ഹോം തയ്യാറാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കാര്യക്ഷമമായി ആ പദ്ധതി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഗുണഭോക്താക്കൾ എന്നുള്ള നിലയിലേക്ക് ആളുകൾ എത്തിയില്ല എന്നുള്ളതാണ്. ചില ആളുകളൊക്കെ ഇവിടെ കിടന്നുറങ്ങുന്നത് നമുക്ക് കാണാം. അവരെ ഈ ഒരു സമയത്ത് ബുദ്ധിമുട്ടിക്കുന്നതിലെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അത് മാത്രമല്ല, എങ്കിലും ഒന്ന് സംസാരിച്ച് നോക്കാം. ചേട്ടാ, എന്താ ഇവിടെ കിടക്കുന്നേ? വീട് കാര്യമൊന്നുമില്ല. വീടില്ല. ഇല്ല. നിങ്ങൾ എവിടെ? സ്വദേശം എവിടെയാ? സ്വദേശം തിരുവനന്തപുരം. ജോലിക്ക് പോകാറുണ്ടോ? ജോലിക്ക് പോകാറുണ്ട്. കൂലി വെച്ച് വേറെ എവിടെയും താമസിക്കാൻ പറ്റുന്ന സാഹചര്യം? അങ്ങനെ സ്ഥിരം പണിയൊന്നും കിട്ടിയിട്ടില്ല. എല്ലാവരും തിരുവനന്തപുരത്തുകാർ തന്നെയാണോ? കുറെ കാലമായി ഇവിടെ കിടക്കാൻ? കുറച്ച് കാലം കൊണ്ടേ ഉള്ളൂ. സ്ഥിരം പണി കിട്ടി കഴിഞ്ഞാൽ കടലിൽ നിൽക്കും. ഇവിടെ ഇങ്ങനെ കിടക്കുമ്പം അപകടമല്ലേ? വാഹനങ്ങളൊക്കെ ഓടുന്ന കാണുന്നില്ലേ? പോകണം, വേറെ നിവർത്തിയില്ല. അവിടെ ഇവിടെ പോകാനോ സാഹചര്യം വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട്. നിങ്ങൾക്കൊരു ഷെൽട്ടർ ഹോമിലേക്കൊക്കെ മാറ്റി തരുവാണെങ്കിൽ പോകാൻ തയ്യാറാണോ? ഇവിടെ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി തരാൻ ജോലിയോട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, തയ്യാറാണോ? അരുൺ, ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒഴിവുകഴിവുകൾ എന്ന് പറയേണ്ടിയും വരും. കാരണം ചിലരെങ്കിലും ആ തരത്തിലുള്ള മറുപടി. ചേട്ടാ, എവിടെയാ? സ്ഥലം എവിടെയാ? തമിഴ്നാട്. വീട് തമിഴ്നാടാ? എന്താ ഇവിടെ കിടക്കുന്നത്? പണിക്ക് വന്ന പണിയില്ല, ഇവിടെ കിടക്കുന്നു. പണി കഴിഞ്ഞിട്ട് ഇവിടെയാണോ കിടക്കുന്നത്? പണിയില്ല, പോവും. അതുകൊണ്ട് ഇവിടെ കുറേ ആയോ ഇവിടെ വന്ന്? ഇല്ല, ഞാൻ വന്നിട്ട് ഇപ്പോൾ 2-3 ദിവസമായി. ഇങ്ങനെ തെരുവിലേക്ക് എത്തിപ്പെട്ട ആളുകളുണ്ട്. ഇവിടെ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ വരുന്ന മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ ഉണ്ട്. നൗഷാദുണ്ട്. നൗഷാദ്, നേരത്തെ 2020 നമ്മൾ കുറേ ആളുകളെ ഉദയത്തിലേക്ക് കൊണ്ടുപോയി പാർപ്പിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അത് നടക്കുന്നില്ലേ? അത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അവിടെ എത്തുന്ന സമയത്ത് അവർക്കൊരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പിന്നെ അവരുടെ ഒരു സ്വാതന്ത്ര്യത്തിന് അനിക്കുന്ന രീതിയിൽ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിൻ്റെ പേരിൽ അവിടുന്ന് ചാടിപ്പോരുന്ന ഒരു സംവിധാനമുണ്ട്. പക്ഷേ ഇപ്പോൾ പാവപ്പെട്ട ആളുകളും തീരെ പിന്നെ വീടൊന്നുമില്ലാത്ത, താമസിക്കാൻ ഇടമില്ലാത്ത ആളുകളും അതുപോലെ തന്നെ ചില സാമൂഹ്യ ദ്രോഹികളും ഇവിടെ കിടക്കുന്നുണ്ട്. കാരണം ആളുകൾക്കൊക്കെ ഒരു വലിയ ഉപദ്രവമാകുന്നുണ്ട്. ഫുഡ് കൊടുക്കുന്ന കാര്യത്തിലും അവിടെ അവശിഷ്ടങ്ങൾ കടയുടെ മുമ്പിലൊക്കെ ഇട്ടിട്ട് നശിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിലൊരു വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സർക്കാർ മെഷീനറികൾ ഇത് തരംതിരിച്ച് ഇവരെ സംരക്ഷിക്കാനുള്ള സംവിധാനം ചെയ്യണം. കാരണം ഈ കിടപ്പ് അപകടകരമാണ്. അപ്പോൾ ആ സംവിധാനത്തിൽ നിന്ന് മാറ്റിയിട്ട് അവരെ സുരക്ഷിതരാക്കിയിട്ട് നോക്കാനുള്ള സംവിധാനം സർക്കാർ ഏജൻസികൾ ചെയ്യണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമുക്കറിയാം, നമ്മൾ പറയുമ്പോൾ പിന്നെ വയ്യാത്ത ആളുകൾ, ഭിന്നശേഷിക്കാരൊക്കെ ഉണ്ട് ഈ റോഡിലെ സൈഡിലൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഈ മഴയത്തും ഈ വേനലിലും ഒക്കെ വലിയ പ്രയാസങ്ങൾ അവർ അനുഭവിക്കും. പദ്ധതി വേണം, തീർച്ചയായിട്ടും ഒരു പുനരധിവാസ പദ്ധതി തീർച്ചയായിട്ടും വേണമെന്നാണ് ഞങ്ങളൊക്കെ അഭിപ്രായം. അരുൺ, ഉദയം പദ്ധതി കോഴിക്കോടിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല മാതൃകയാക്കാവുന്ന പദ്ധതിയാണ്. വരും കാലങ്ങളിൽ സംസ്ഥാനത്തുടനീളം കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പദ്ധതിയുമാണ്. പക്ഷേ അതിലേക്ക് ആളുകളെ എത്തിക്കാൻ കഴിയാതെ പോകുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ട്. അത് നേരത്തെ നൗഷാദൊക്കെ സൂചിപ്പിച്ചതുപോലെ ചില ആളുകളെങ്കിലും അവിടെ വിട്ട് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ വാഹന ഗതാഗതം പോയാൽ ഒന്ന് ശ്രദ്ധ പാളിയാൽ ശരീരത്തിലേക്കൊക്കെ വണ്ടി വന്ന് കയറും. യെസ്, ഇത് റെയിൽവേയിലേക്ക് കയറുന്ന പ്രധാനപ്പെട്ട ജംഗ്ഷനാണ്. മുഴുവൻ സമയവും ഇവിടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ അറിയാലോ, അത്ര കണ്ട് സജീവതയിലുണ്ടാകുന്ന റെയിൽവേ സ്റ്റേഷൻ. അതിൻ്റെ പരിസരത്താണ് ചിലരെങ്കിലും മദ്യപിച്ച് മതോന്മത്തരായൊക്കെ കിടക്കുന്നവരുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഈ നേരത്തെ നമ്മളടുത്ത് സംസാരിച്ചതുപോലെ ജോലിക്ക് വന്ന് അവർക്ക് നിത്യവൃത്തിക്ക് വകയില്ലാതെ ഇവിടെ കിടക്കേണ്ടി വരുന്നവരും ഉണ്ട്. അതൊക്കെ സത്യമാണ്. പക്ഷേ എങ്കിൽ പോലും അത് കൃത്യമായി കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് അവരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ ത്വരിതഗതിയിൽ ഉണ്ടായില്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ നിരവധി ജീവനുകൾ പൊലിയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന കാര്യത്തിൽ തർക്കവുമില്ലായിരുന്നു. ഓക്കെ, താങ്ക് യു ദീപക്. ഗുഡ് നൈറ്റ് ദീപക്. ഇവർക്കൊരു ഗുഡ് നൈറ്റ് പറയാൻ നമുക്ക് കഴിയില്ലല്ലോ. അവർ തെരുവിൽ ഒട്ടും സുരക്ഷിതമല്ലാത്ത ഇടത്തിലാണ് കിടന്നുറങ്ങുന്നത്. തൃശ്ശൂർ നാട്ടികയിൽ ഇങ്ങനെ കിടന്നുറങ്ങിയ 5 പേരുടെ ജീവനാണ് മദ്യപിച്ചു വന്ന ഒരു ഡ്രൈവർ ഓടിച്ചു വന്നൊരു വാഹനം കയറി മരിച്ചത്, അവരുടെ ജീവൻ നഷ്ടപ്പെട്ടതും. ഇങ്ങനെ അരക്ഷിതമായ ഇടങ്ങളിൽ അന്തിയുറങ്ങുന്ന വഴിയോര ജീവിതങ്ങളെയാണ് റിപ്പോർട്ടർ TV ഈ രാത്രിയിൽ തത്സമയം പരിചയപ്പെടുത്തുന്നത്. അന്തിയുറങ്ങാൻ തെരുവിടങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നാടോടികൾ മാത്രമല്ലല്ലോ. പല വിധത്തിൽ നമ്മുടെ നാട്ടിൽ തന്നെ കുടുംബവും വീടും നഷ്ടമായ ധാരാളം പേരും ആശ്രയിക്കുന്നതും ഈ തെരുവിടങ്ങളെ തന്നെയാണ്. തിരുവനന്തപുരത്ത് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തമ്പാനൂർ ബസ് ടെർമിനലിൽ നിന്നും അടുത്തുള്ള പൊന്നര ശ്രീധർ പാർക്കിലുമൊക്കെ നിരവധി ആൾക്കാരാണ് തലചായ്ക്കാനായിട്ട് എത്തുന്നത്. അരുൺ സോളമൻ നമുക്കൊപ്പം ചേരും റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും. അരുൺ, നമ്മൾ കൊച്ചിയിലെ കാഴ്ച കണ്ടു, കോഴിക്കോട്ടെ കാഴ്ച കണ്ടു, തിരുവനന്തപുരത്തെ തെരുവു മനുഷ്യരുടെ കാഴ്ചകൾ എന്താണല്ലോ ഈ രാത്രിയിൽ?
അരുൺ, പ്രധാനമായും സൂചിപ്പിക്കാനുള്ളത് തിരുവനന്തപുരത്ത് അന്തി ഉറങ്ങുന്ന മനുഷ്യന്മാർ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. 10-11 മണിയോടുകൂടിയാണ് ഈ പൊന്നറ ശ്രീധർ പാർക്കിൽ ആളുകൾ എത്തി തുടങ്ങുക. നിലവിലിപ്പോൾ ഇവിടെ ഉള്ളത് ഒരു 3-4 പേരേ ഉള്ളൂ. പ്രധാനമായും തിരുവനന്തപുരത്തെ ഹൃദയഭാഗമായ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ അതുപോലെ തന്നെ ബസ് ടെർമിനലിനും സമീപമാണ് ഈ പാർക്കുള്ളത്. ഈ പാർക്കിൽ വന്ന് സ്ഥിരമായിട്ട് ഉറങ്ങുന്നവർക്ക് പുറമെ ഈ റെയിൽവേ സ്റ്റേഷൻ അടുത്തായതുകൊണ്ട് തന്നെ അവിടെ ഉറങ്ങുന്നവരുമുണ്ട്. അപ്പോൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ പരിധിയിലാണ് നിലവിൽ ഇതുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ഇടപെടൽ കൊണ്ട് തന്നെ പലരും ഇവിടെ നിന്നും ഇവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പരാതി കൂടി അവർ പറയുന്നുണ്ട്. ഈ പാർക്ക് ഏറെ സുരക്ഷിതമല്ല. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ തിരക്കുള്ള ഒരു സ്ഥലമാണ്. അത്തരത്തിലെ ഒരു സർക്കിളാണ് ഈ പാർക്ക് എന്ന് പറയുന്നത്. അത് ഈ ഭാഗത്തു നിന്ന് നമുക്ക് ഈ ദൃശ്യങ്ങൾ നോക്കിയാൽ അറിയാം, അത്രയും വേഗത്തിൽ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ നമുക്കിവിടെ ഒരു ചേട്ടനുണ്ട്. ചേട്ടാ, എത്ര നാളായി ഇവിടെ? എത്ര നാളായി ഇവിടെ വന്നിട്ട് 2 കൊല്ലമായി. 2 കൊല്ലമായി. എവിടെയാണ് സ്വന്തം നാട്? എവിടെയാ? എരമല്ലൂർ. ആലപ്പുഴ ജില്ലയാണോ? ജില്ല. ഓക്കെ. എന്താ വീടൊന്നുമില്ലേ? വീടും സ്ഥലമൊന്നുമില്ല? കുടുംബമൊന്നുമില്ല. കല്യാണം കഴിച്ചിട്ടില്ല. എങ്ങനെ ജീവിക്കുന്നത്? എങ്ങനെയാണ് ഒരു ദിവസം? ഇവിടെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ തരും, അങ്ങനെ കഴിക്കും, അത്രേ ഉള്ളൂ. ഇവിടെ കിടക്കുന്നവർ സേഫാണോ? നിറയെ വണ്ടിയും വാഹനങ്ങളും എപ്പോൾ പോകുന്നതല്ലേ ചുറ്റും? എന്നാലും ഇവിടെ വന്ന് കിടന്നാലും പോലീസുകാർ കിടത്തില്ല, ഓട്ടിക്കും. അവിടെയൊക്കെ പോയി കിടക്കുമ്പോൾ അവിടെ നിന്ന് പറയും. ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ കിടക്കാറുണ്ടോ? റെയിൽവേ സ്റ്റേഷനിൽ കിടക്കും, അവിടെ നിന്ന് അടിച്ചു പായിക്കും. അപ്പോൾ ഇവിടെ ബസ് സ്റ്റോപ്പിൽ പോകും. ബസ് സ്റ്റോപ്പിൽ പോയാലും അവിടെ നിന്നും അടിച്ചു പായിക്കും. ഇവിടെയാണ് ഈ പാർക്കിൽ വരിക അല്ലേ? പാർക്ക് വരും, ഇവിടെ നിന്ന് ഓട്ടിക്കും. അപ്പോൾ വേറെ എവിടെയെങ്കിലും കുത്തിയിരുന്ന് നേരം വെളുപ്പിക്കും, അത്രേ ഉള്ളൂ. അതായത് ഒരു ദിവസം നേരെ ഉറങ്ങാൻ പറ്റുന്നില്ല? നേരെ ഉറങ്ങാൻ പറ്റില്ല. അതന്നെ. ചേട്ടാ, എന്താ ഊര്? തെൻകാശി മാവട്ടം. തെൻകാശി മാവട്ടം. മാവട്ടെ, എന്താ കറക്റ്റ് പ്ലേസ്? ആൽവാർകുറിച്ചി പോസ്റ്റ്. അൽവാൾമൊഴി, ആൽവാൾകുറിച്ചി, അംബാസമുദ്രം. ഓക്കെ. എവിടെ നാളാച്ചു ഇവിടെ? ഇവിടെ വന്ന് 10 വർഷം 15 വർഷമായി. 15 വർഷം இருக்கு. என்ன வேலை என்ன? പ്ലേറ്റ് വാഷിംഗ്. ഹോട്ടലിൽ പ്ലേറ്റ് വാഷിംഗാ? കിട്ടും. ഒരു ദിവസം കിട്ടില്ല. അയ്യപ്പ കോയിലിൽ സാപ്പിടും. അയ്യപ്പ. ഓക്കെ. അവിടെ 12:30 സാപ്പാട്. അയ്യപ്പ കോവിലിൽ പോയി സാപ്പിടും. അരുൺ, ഇത് തന്നെയാണ് അവസ്ഥ. ഇവിടെ ഇന്നിപ്പോൾ ആൾ കുറവാണെങ്കിൽ നമുക്ക് കുറച്ചപ്പുറത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട്. അവിടെ നമ്മളിവിടെ തൊട്ടു മുന്നിലൂടെ വാഹനങ്ങൾ പോവുകയാണ്. വാഹനം ഓടിക്കുന്നവരുണ്ടെങ്കിൽ അന്ന് സംഭവിച്ചതുപോലെ ഇവരുടെയൊക്കെ ജീവൻ അത് വലിയ അപകടം ഉണ്ടാക്കുന്നതാണ്. ഒട്ടും സുരക്ഷിതമല്ലാത്ത ഇടത്താണ് ഈ മനുഷ്യർ കിടന്നുറങ്ങുന്നത്. അരുൺ സോളമനാണ് നമുക്കൊപ്പം ചേർന്ന്. ഒന്ന് നോക്കൂ, 2-3 വർഷമായവർ, 10-15 വർഷമായി ഇങ്ങനെ തിരുവിടങ്ങളിൽ കിടന്ന് കഴിയുന്നവർ, ഒരു രാത്രിയിൽ സുഖമായി 2-3 മണിക്കൂർ പോലും ഉറങ്ങാൻ കഴിയാതെ പോലീസിന്റെ മർദ്ദനമേറ്റും പോലീസ് ഭീഷണിപ്പെടുത്തിയും പല സ്ഥലങ്ങളിലേക്ക് കാട്ടിപ്പായിച്ചു വിടുന്ന മനുഷ്യര് നമ്മുടെ ചുറ്റുമുണ്ട്. വഴിയോര ജീവിതങ്ങൾ സുരക്ഷിതമാണോ എന്നാണ് റിപ്പോർട്ടർ TV ഈ രാത്രിയിൽ ലൈവാത്തോളിലൂടെ പരിശോധിക്കുന്നത്. നമ്മൾ 3 നഗരങ്ങളിലെയും കാഴ്ചകൾ കണ്ടു. നമുക്ക് കൊല്ലത്തേക്ക് കൂടിയൊന്ന് പോകാം. കൊല്ലം ബീച്ച് റോഡിൽ കടൽത്തിണയിൽ അന്തിയുറങ്ങുന്നവർക്കൊപ്പം ഞങ്ങളുടെ പ്രതിനിധി ദിലീപ് ദേവസ് ചേരുന്നുണ്ട്. ദിലീപ്, വെരി ഗുഡ് ഈവനിങ് ദിലീപ്. നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കൂടി പ്രേക്ഷകരെ ഒന്ന് കാട്ടിക്കൊടുക്കണം. കൊച്ചിയുടെയും കോഴിക്കോടിൻ്റെയും തിരുവനന്തപുരത്തിൻ്റെയും കാഴ്ചകൾക്ക് സമാനമാണോ കൊല്ലത്തും? തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ, ഉറ്റവരും ഉടയവരും ഒക്കെ ഉപേക്ഷിക്കപ്പെട്ടവർക്ക് അന്തി ഉറങ്ങാൻ തെരുവോരം തന്നെയാണ് നമ്മളെല്ലാവരും പണ്ട് മുതലേ കേട്ടത്. നോക്കൂ, ഓരോരുത്തരും ഉറങ്ങുന്ന അതിദയനീയമായ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. തലയ്ക്ക് മീതെ ആകെയുള്ള ആ വസ്തുക്കൾ ഉപയോഗിച്ച്, അത് തലയ്ക്ക് മീതെയുള്ള ആ ചാക്കുകെട്ടിലാണ് അവരുടെ ആകെയുള്ള സമ്പാദ്യം. ഒരുപക്ഷെ ഇതൊക്കെ തന്നെയായിരിക്കും ഇവിടെ. റോഡ് അരികിൽ തന്നെയാണ് ഡോക്ടർ അരുൺകുമാർ ഇവർ കിടക്കുന്നത്. നേരത്തെ നാട്ടികയിൽ റോട്ടിൽ കിടന്നെങ്കിൽ ഇത് റോഡ് അരികിൽ, റോഡും ഫുട്പാത്തിലാണ് അവർ കിടക്കുന്നത്. അങ്ങനെയുള്ള നിരവധി ആളുകളാണ് ഈ കൊല്ലത്ത് ഇങ്ങനെ കിടക്കുന്നത്. നമുക്ക് മറ്റൊരു ദൃശ്യം കൂടെ കാണിക്കാം. ഇത് മറ്റെന്തോ ഒരു ജോലി കഴിഞ്ഞെത്തി സുഖമായി കിടക്കുകയാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് ചിരിച്ച് കെട്ടിയത് കാണാം. അത് ഇപ്പോൾ കിടക്കുന്നില്ല, ഒരുപക്ഷെ എടുക്കുമെന്ന് കരുതിയിട്ടാകാം അങ്ങനെ വെച്ചത്. മഴ പെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് മാറിക്കിടക്കുന്ന ആളുകളാണ്. രാവിലെ ആകുമ്പോൾ ഈ കടകളെല്ലാം തന്നെ തുറന്ന് പ്രവർത്തിക്കും. അപ്പോൾ ഇവിടെ ഒരാൾ കിടന്ന ഒരു അടയാളം പോലും ഇല്ലാതെ എല്ലാം തന്നെ വാരിയെടുത്ത് തൊട്ടടുത്ത് എന്തെങ്കിലും ജോലിക്ക് പോകും. അങ്ങനെയൊക്കെ ജീവിക്കുന്ന ജീവിതങ്ങളാണ് ഇങ്ങനെ ഈ വഴിയോരത്ത് കഴിയുന്ന. ആരുമില്ലാത്തവർ മാത്രമാണ് ഇങ്ങനെ കിടക്കുന്നത്. അവർക്കൊന്നും ജോലിയില്ല, നേരത്തിന് ഭക്ഷണമില്ല. അങ്ങനെ നിരവധി ആളുകൾ നമ്മൾ ഈ റോഡരികിൽ തന്നെ, അതൊക്കെ ഫുട്പാത്തിലാണ് ഇപ്പോഴും നമ്മളുള്ളത്. അതിൻ്റെ ഇടയിൽ കഴിയുന്ന ആളുകളാണ് ഇപ്പോൾ ഇവിടേക്ക് കിടക്കുന്നത്. നോക്ക്, വിരിച്ച് കിടക്കുന്ന. ചേട്ടാ, പേരെന്താ?
അബ്ദുൽ സത്താർ. മലയാളിയാണോ? ഇല്ല, മലയാളില്ല. മലയാളം നന്നായിട്ട് അറിയോ? കുറച്ച്. ആ, ഏതാ നാട്? ആസാം. ആസാം. എന്താ ജോലി? ഹോട്ടൽ പണി. എന്താ എനിക്ക് മനസ്സിലായിട്ടില്ല. ഹോട്ടൽ പണി. എവിടെയാ? എങ്ങോട്ടൊക്കെ? ഹോട്ടൽ പണി അല്ലേ? ആ, ഓക്കെ. അല്ല, പകല് എവിടെ പോകും? കേരള. പൈസയൊക്കെ എങ്ങനെ? കൂലി കിട്ടുമോ? ഇപ്പോൾ ജോലി ഇല്ല, പൈസ ഇല്ല. ഭക്ഷണം കഴിച്ചോ? ദിവസം ഇവിടെയാണോ കിടക്കുന്നത്? ദിവസവും ഇവിടെയാണോ കിടക്കാറ്? ദിവസം എവിടെ? എത്ര വർഷം ഇവിടെ കിടക്കുന്നു? ഇവിടെ 1 മാസമായ. 1 മാസം. അതിനു മുമ്പ് എവിടെയായിരുന്നു? വേറെ കടകളിൽ ജോലിയുണ്ട്, ജോലി ഇല്ല ഇപ്പോൾ. പോകും. ഈ കൊല്ലത്ത് മാത്രമാണോ അല്ലെ കൊല്ലത്തിന്റെ പുറത്തോട്ട് പോകാൻ? കൊല്ലത്തുണ്ട്. കൊല്ലത്ത് എത്ര കൊല്ലായി? കൊല്ലത്ത് കുറേ കാലമായോ കൊല്ലത്ത്? മലയാളം നന്നായി സംസാരിക്കുന്നുണ്ട്. ഇതാ കൊതുകുതിരിയൊക്കെ ഡോക്ടർ അരുൺകുമാർ നോക്കൂ. ഈ കൊതുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച് ഇതാണോ ഡ്രസ്സൊക്കെ ഉള്ള ബാഗാണോ അത്? അതോ ഉള്ളു ആകെ? കുടുംബവും കുട്ടികളൊക്കെ? ഒന്നുമില്ല. ഒറ്റയ്ക്ക്. വേറെ ആരെങ്കിലും സുഹൃത്തുക്കളൊക്കെ ഉണ്ടോ? സുഹൃത്തുക്കൾ ഇല്ല. എത്ര അറിയില്ല. അറിയില്ല അല്ലേ? അങ്ങനെ എനിക്കും ഹിന്ദി അറിയില്ല. അങ്ങനെ കഴിയുന്നവരാണ്. കൂടുതൽ ഒന്നുമില്ല. ഇങ്ങനെ നിരവധി പേരാണ് ഓരോരുത്തരും ഇങ്ങനെ കഴിയുന്നത്. കാഴ്ചകളൊക്കെ വേദനിപ്പിക്കുന്ന കാഴ്ചകളുമാണ്. പക്ഷേ അവരുടെ അരക്ഷിതാവസ്ഥ നമ്മൾ അധികാരിയുടെ മുന്നിലേക്ക് ഏൽക്കുകയാണ്. മറ്റൊരാൾ കൂടിയുണ്ട് അല്ലേ? ഡോക്ടർ അരുൺകുമാർ, അവരൊക്കെ ജോലി കഴിഞ്ഞ് വന്ന് ക്ഷീണിച്ച് നിൽക്കുന്നവരാണ്. എല്ലാവരും തന്നെ കിടക്കുന്നത് ഈ വഴിയിൽ തന്നെയാണെന്ന് പറഞ്ഞ ജോലിയൊക്കെ വളരെ കുറവാണ്. ശമ്പളം, കൂലിയൊക്കെ ജോലി ഉണ്ട് ചേട്ടാ? ചെറുതായിട്ടുണ്ട് അല്ലേ? വീട് എവിടെയാ? കോട്ടമുക്ക്. എന്താ ഇവിടെ കിടക്കുന്നത്? വീട്ടിൽ പ്രശ്നമായതുകൊണ്ടാണ്. പല പ്രശ്നങ്ങളുള്ളവര്, സാമ്പത്തിക ശേഷിയില്ലാത്തവർ, സ്വന്തമായി കൂരയില്ലാത്തവർ, അനാഥമാക്കപ്പെട്ട മനുഷ്യർ, അവരൊക്കെയാണ് തെരുവിൽ കിടക്കുന്നത്. പലരും ആ ദിവസത്തെ സമ്പാദ്യം തൻ്റെ മക്കൾക്കും കുടുംബത്തിനും തിരിച്ചുകൊണ്ട് കൊടുക്കാൻ വേണ്ടി തീർത്തും അരക്ഷിതമായ വഴിയോര ജീവിതം നയിക്കുന്ന മനുഷ്യരെയാണ് ഈ രാത്രിയിൽ നമ്മൾ കാണുന്നത്. നമ്മൾ എറണാകുളത്തേക്ക്, താങ്ക് യു ദിലീപ്, എറണാകുളത്ത് ഒരിക്കൽ കൂടി തിരിച്ചു പോകുന്നു. നഗരത്തിൽ മെട്രോ പില്ലറുകൾക്കടിയിൽ അന്തിയുറങ്ങുന്നത് 100 കണക്കിന് മനുഷ്യരാണ്. ചീറിപ്പായുന്ന വാഹനങ്ങൾക്ക് നടുവിലാണ് അപകടാവസ്ഥയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പലരും കിടക്കുന്നത്. വാഹനങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് പാളിയാൽ ജീവൻ പോകും. കേരളത്തിലെ മെട്രോ നഗരത്തിൽ ജീവൻ കയ്യിൽ പിടിച്ച് രാവിരുട്ടി വിളിപ്പിക്കുന്നവരുടെ ജീവിതം ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. കലൂർ മെട്രോ സ്റ്റേഷന്റെ പരിസരത്ത് നിന്നും അലി അക്ബർ ഷാ നമുക്കൊപ്പം ചേരുന്നു. അലി, ഈ മെട്രോ സ്റ്റേഷന്റെ കീഴിലൊക്കെ ഒരുപാട് പേര് കിടക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഒരുപക്ഷെ വണ്ടി ഒന്ന് വലതുവശത്തേക്കൊന്ന് പാളിയാൽ ഇവരുടെയൊക്കെ ജീവിതം എന്നേക്കുമായി ഇല്ലാതാവും. നാട്ടികയിൽ കണ്ടതിന് പോലെയുള്ള കാഴ്ചകളൊക്കെ ആവർത്തിക്കാൻ 1 സെക്കൻഡ് മതിയല്ലേ അലി? തീർച്ചയായും അരുൺകുമാർ, ഞാനിപ്പോൾ നിൽക്കുന്നത് കലൂർ മെട്രോ സ്റ്റേഷന്റെ പരിസരത്താണ്. അതായത് കൊച്ചി നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ ഭാഗങ്ങളിൽ ഒന്നാണ്. ഇവിടെയൊക്കെ റോഡ് ക്രോസ് ചെയ്യാൻ തന്നെ നമ്മൾ പെടുന്ന പെടാപ്പാട് അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അപ്പോഴാണ് ഇത്രയും ചികിറിപ്പാഞ്ഞ് വാഹനങ്ങൾ പോകുന്ന ഈ റോഡിന്റെ വശങ്ങളിൽ ഈ മെട്രോ പില്ലറുകൾക്ക് കീഴെ അഭയം പ്രാപിച്ച് നിരവധി മനുഷ്യർ, പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിരവധി മനുഷ്യർ അന്തിയുറങ്ങുന്നത് വലിയ രീതിയിൽ ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. സത്യത്തിൽ ഇത് മറ്റു മാർഗങ്ങളില്ലാത്ത മനുഷ്യരാണ് ഇത്തരത്തിൽ ഇവിടെ അന്തിയുറങ്ങുന്നത്. പല പണിയെടുക്കുന്നവരുണ്ട്, ഒരു ജോലിയും ഇല്ലാത്ത മനുഷ്യരുണ്ട്. അവർക്കൊക്കെ ആരെങ്കിലുമൊക്കെ ഭക്ഷണം കൊണ്ടെത്തിക്കും. നേരത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ കിടന്നുറങ്ങുന്ന മനുഷ്യരിൽ പലരും അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചിരുന്നു. ആരെങ്കിലും, വിദ്യാർത്ഥികളോ ആരെങ്കിലുമായി കൊണ്ടുകൊടുക്കുന്ന ഭക്ഷണം പ്രതീക്ഷിച്ചാണ് ഈ മനുഷ്യർ ഇത്രയും ദയനീയമായ സാഹചര്യത്തിൽ കിടന്നുറങ്ങുന്നത്. ഏറെ ഞെട്ടിക്കുന്നത് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ. നമ്മളിപ്പോൾ ഈ കാലിയായി കാണുന്ന സ്ഥലങ്ങൾ കുറച്ച് കഴിയുമ്പോൾ മനുഷ്യരാൽ നിറയും. ഒരു 11:30യോടൊക്കെ കൂടി ഈ ഭാഗത്തെല്ലാം ആളുകളെത്തും. നിരവധിയായ ആളുകളെത്തി ഈ ഭാഗങ്ങളിലെല്ലാം കിടന്നുറങ്ങും. കാണാം, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയാണ്. അവരുടെ പണിയെടുത്ത് കിട്ടുന്ന സമ്പാദ്യമൊക്കെ കുഞ്ഞു കെട്ടുകളിലാക്കി തലക്കി വെച്ചൊക്കെയാണ് ഈ മനുഷ്യർ കിടക്കുന്നത്. ഇവിടെ ഈ ഭാഗമെല്ലാം ഞാൻ സംസാരിച്ചപ്പോൾ ആന്ധ്രാപ്രദേശിൽ നിന്ന് വന്ന ആളുകളാണ്. പല സ്ഥലങ്ങൾ, പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ അവർ വിഭജിച്ചെടുത്തിരിക്കുകയാണ്. ഇവിടെ പല കുടുംബങ്ങളെ കാണാം. ചേട്ടാ, ഏതാ നാട്? ആന്ധ്രാപ്രദേശ്. എത്ര വർഷമായി കേരളത്തിൽ? ഞാനിവിടെ 9 കൊല്ലമായിട്ടുണ്ട്. എന്താ ഇവിടെ കിടക്കുന്നത്? എനിക്ക് റൂം കിട്ടില്ല. പനി വീട്ടിലോ 2-3 ദിവസം പണി കിട്ടുക. ഇവിടെ ഇത്രയും സ്പീഡിൽ വണ്ടി പോകുന്നില്ല, അപ്പോൾ റിസ്ക് അല്ല ഇവിടെ കിടക്കുന്നത്? എനിക്ക് ഭഗവാൻ ദൈവം വിശ്വാസം അല്ലേ? പക്ഷെ ഭയങ്കര അപകടമല്ലേ സ്പീഡിൽ വണ്ടിയൊക്കെ പോകുമ്പോൾ? അത് എനിക്ക് ദൈവവിശ്വാസമുണ്ട്.
അരുൺ കാണാം, അദ്ദേഹം കുടുംബമായിട്ട് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ശ്രീനിവാസൻ എന്നാണ്. അദ്ദേഹം മറ്റു പല ജോലികൾ പല സംസ്ഥാനങ്ങളിൽ മുൻപ് ചെയ്തിരുന്ന ആളാണ്. ഇപ്പോൾ അദ്ദേഹം ഏകദേശം 14 വർഷത്തോളമായി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ ഈ ഭാഗത്താണ് അന്തി ഉറങ്ങുന്നത്. അരുൺ, ഇതാ ദൃശ്യങ്ങളിൽ കാണാം, ഇത്രയും വേഗതയിൽ വാഹനങ്ങൾ പാഞ്ഞു പോകുന്ന നമ്മളെ ഞെട്ടിക്കുന്ന കാഴ്ചയാണ് ഈ ഭാഗത്തുകൂടി. 4 വീലറുകളാകട്ടെ 2 വീലറുകളാകട്ടെ പോകുന്നത് എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടുള്ള രീതിയിലുള്ള വേഗതയിൽ വാഹനങ്ങൾ പോകുന്ന സ്ഥലം. അവിടെയാണ് ഇത്രയും ദയനീയമായ കാഴ്ച അരുൺ. മറ്റു മാർഗ്ഗങ്ങളില്ലാത്ത മനുഷ്യർ, അവരോട് ചോദിക്കുമ്പോൾ അവർക്ക് കിടക്കാനൊരു കൂര ഒരുക്കി ആരെങ്കിലും കൊടുത്താൽ അങ്ങോട്ട് മാറാൻ അവർ തയ്യാറാണ്. വൃദ്ധരായ ആളുകൾ ദൃശ്യങ്ങളിൽ കാണാം, പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയാണ് ഈ ഭാഗങ്ങളിൽ അന്തി ഉറങ്ങുന്നത്. അല്പസമയം കൂടി കഴിഞ്ഞാൽ അരുൺ, ഈ കാണുന്ന മെട്രോ പില്ലറിന്റെ ഭാഗം മുഴുവൻ മനുഷ്യരാൽ നിറയും. ഈ ഇത്രയും ഗുരുതരമായ അപകടാവസ്ഥയിലാണ് ഈ മനുഷ്യരെല്ലാം. നേരത്തെ ഒരു വലിയ ഗ്യാസ് ടാങ്കർ വന്ന് മറിഞ്ഞത് നമ്മുടെ കളമശ്ശേരിയിൽ. മിക്കവാറും വാഹനങ്ങളൊക്കെ അമിത വേഗതയിൽ വന്ന് ഈ പില്ലറുകളിൽ ഇടിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ പില്ലറുകൾക്കിടയിൽ മനുഷ്യരുണ്ട് എന്നതാണ് അലി അക്ബർ ഷാ സംഘവും ഇപ്പോൾ പകർത്തുന്ന ദൃശ്യങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളിത് കാണുക. കേരളത്തിലെ എല്ലാ നഗരങ്ങളിലും കാണുന്ന സമാനമായ കാഴ്ചകൾ തന്നെയാണ്. മെട്രോ നഗരങ്ങളിൽ മാത്രമല്ല, പത്തനംതിട്ട പോലൊരു നഗരത്തിലും റോഡരികിലും കടമുറികൾക്ക് മുന്നിലും സ്ഥിരമായി കിടന്നുറങ്ങുന്നവരുണ്ട്. ഞങ്ങളുടെ പ്രതിനിധി പ്രവീൺ പുരുഷോത്തമൻ അവരുടെ അടുക്കലുണ്ട്. പ്രവീൺ, മെട്രോ നഗരങ്ങളിൽ മാത്രമല്ല, പത്തനംതിട്ട പോലുള്ള നഗരങ്ങളിലും കാഴ്ചകൾ വ്യത്യസ്തമല്ല അല്ലേ? അരുൺ, പത്തനംതിട്ടയിൽ ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികളുള്ള ഒരു സ്ഥലം ആണ്. ഇതര സംസ്ഥാന തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ വസിക്കുന്ന ഒരു ജില്ല കൂടിയാണ് പത്തനംതിട്ട. നാം രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ പത്തനംതിട്ട നഗരത്തിലേക്ക് ഇറങ്ങിയാൽ പല സ്റ്റോപ്പുകളിലായി നൂറുകണക്കിന് ചെറുപ്പക്കാരാണ് അതിഥി തൊഴിലാളികൾ വിവിധ സ്ഥലങ്ങളിലേക്ക് ജോലിക്ക് ആരെങ്കിലും വിളിക്കുമോ എന്ന് അന്വേഷിച്ചുകൊണ്ട് അവർ കാത്തിരിക്കുന്നത്. പക്ഷേ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെയൊക്കെ പല ആളുകളും കടത്തണകളിൽ കിടന്നുറങ്ങുന്നത് ഒരു പതിവ് കാഴ്ചയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ അതിഥി തൊഴിലാളികൾ താമസിപ്പിക്കുന്നതിനായി വീടുകൾ, ഒപ്പം തന്നെ ലോഡ്ജുകൾ പോലുള്ള സംവിധാനങ്ങൾ കൂടുതലായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പരിധിവരെ ഇങ്ങനെ തെരുവോരങ്ങളിൽ കിടന്നുറങ്ങുന്നവർ പത്തനംതിട്ടയിൽ കുറവാണ് എന്ന് പറയാം. പക്ഷേ എങ്കിൽ പോലും ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട പോലീസ് സ്റ്റേഷന് സമീപത്താണ്. ഈ റോഡ് പോലീസ് സ്റ്റേഷൻ റോഡ് എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ ഇതുപോലെയുള്ള നിരവധി ആളുകൾ പലയിടങ്ങളിലായി അന്തി ഉറങ്ങുന്നുണ്ട്. അവർ വൈകിട്ട് ഈ സമയമൊക്കെ ആകുമ്പോൾ, പത്തനംതിട്ടയുടെ പ്രത്യേകത രാത്രി 8 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദൂര സ്ഥലങ്ങളിലേക്ക് ബസ് ഗതാഗതം ഇല്ല എന്ന് പറയും. ഇപ്പോൾ ശബരിമല സീസൺ ആയതുകൊണ്ട് മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ ഫാസ്റ്റ് പാസഞ്ചറുകൾ ശബരിമലയിലേക്ക് പോകുന്നുണ്ട്. അതൊഴിച്ചു നിർത്തി കഴിഞ്ഞാൽ രാത്രി ഒരു 8:30-ക്ക് ശേഷം പത്തനംതിട്ട നഗരത്തിൽ ഗതാഗത സൗകര്യം വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കൂടി പല ആളുകളും ഇങ്ങനെ കടത്തണകൾക്ക് മുന്നിലൊക്കെ ഈ കാണുന്ന രീതിയിൽ കിടന്നു ഉറങ്ങുക പതിവാണ്. ചേട്ടൻ്റെ വീട് എവിടെയാണ്? എനിക്ക് വീടില്ല, ഒന്നുമില്ല. പത്തനംതിട്ട തന്നെയാണ് എൻ്റെ വീടും സ്ഥലമല്ല. വീടും സ്ഥലമെല്ലാം നഷ്ടപ്പെട്ടു പോയി. എനിക്കിപ്പം വയസ്സ് 67 വയസ്സുണ്ട്. ഓക്കെ, ഞാനിവിടെ തടി വെട്ടും, കിണർ വെട്ടും, അങ്ങനെ കൂലിപ്പണി, കൃഷിപ്പണികളൊക്കെ അങ്ങനെ ഒരുപാട് പണികളൊക്കെ ചെയ്യും. എല്ലാ ദിവസവും ഇവിടെയാണോ കിടക്കുന്നത്? ഞാനിപ്പം ഒരു വർഷം കൊണ്ട് ഇവിടെ കിടക്കുന്നത്. പക്ഷേ ഞാനിവിടെ നേരത്തെ ആനന്ദ ലോഡ്ജിൻ്റെ അവിടെ ആയിരുന്നു കിടക്കുന്നത്. പല സ്ഥലങ്ങളായിട്ട് മാറി കിടക്കും അല്ലേ? അല്ല, ചിലപ്പം ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇപ്പോൾ കടക്കാർക്ക് കിടക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാറിയല്ല പറ്റൂ. കടക്കാർ നല്ല സഹകരണമാണ്. കടക്കാർ കുഴപ്പമൊന്നുമില്ല. അവർ ഞാൻ നേരത്തെ കണ്ടു, കൈ കാണിച്ചിട്ടൊക്കെയാണ് പോയത്. അപ്പം അരുൺ, ഇവിടെ നമുക്ക് മറ്റൊരു ദൃശ്യം കൂടി കാണാം. ഇവിടെ ഇത് ചന്ദനത്തിരി അല്ലേ? ചന്ദനത്തിരിയാണ് കത്തിച്ചു വെച്ചിരിക്കുന്നത്. വൈകിട്ടേ കിടക്കാൻ നേരത്തെ ചന്ദനത്തിരി മേടിച്ച് കത്തിക്കാറുണ്ട്, സാമ്പ്രാണിത്തിരി മേടിച്ച് കത്തിക്കാറുണ്ട്. ഇവിടെ അരുൺ, ഇവിടെ ഈ ഭാഗത്ത് മാലിന്യം കിട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയുള്ളതുകൊണ്ട് രാത്രി കൊതുക് ശല്യവും കൂടുതലാണ്. കൊതുകിന്റെ ശല്യം ഉണ്ടല്ലേ? കൊതുകിന്റെ ശല്യമുണ്ട്. അത് പകരമാകുമോ? കുഴപ്പമില്ല. കൊതുക് ഇതിപ്പോൾ വെളുക്കുന്നത് പോലെ അങ്ങനെ കത്തിക്കാൻ പറ്റത്തില്ലല്ലോ. വൈകിട്ട് ദൈവത്തെ വിളിച്ച് ഒരു തിരി കത്തിച്ച് അങ്ങനെ വെച്ചു കിടക്കുന്നുള്ളേ ഉള്ളൂ. ഇതിപ്പോൾ 1 മണിക്കൂർ കഴിയുമ്പോൾ ഇതങ്ങ് തീരും. പിന്നെ നമ്മളങ്ങ് കിടക്കും, കൈലിയെല്ലാം പുതച്ച് അങ്ങ് കിടക്കും. നമ്മൾ സാധാരണ സുഖനിദ്ര എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഉറങ്ങുന്നവരുണ്ട് ധാരാളം. താങ്കളെ സംബന്ധിച്ച് ഇങ്ങനെ ഈ റോഡരികിൽ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ തുടർച്ചയായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നുണ്ടോ? പിന്നെ കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ പോലീസുകാർക്ക് മൊത്തം എന്നെ അറിയാം. മനുഷ്യരല്ലേ പ്രവീൺ? പോലീസുകാർക്ക് അറിയാം അല്ലേ? പോലീസുകാർക്ക് മൊത്തം എന്നെ അറിയാം. പോലീസുകാരുടെ ഭാഗത്തൊന്നും നമുക്ക് അതെ അരുൺ, പോലീസുകാർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്ത് DSP ഓഫീസിന് അടുത്ത് തന്നെയാണ്.
അപ്പോൾ പോലീസ് അതിനകത്ത് അപകടമുള്ളത് വണ്ടിയുടെ മാത്രമല്ല പ്രവീൺ, അടുത്തുള്ള മാലിന്യ കൂമ്പാരം, അവിടെ നിന്ന് വരുന്ന ഈച്ചയും കൊതുകും കടിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും അസുഖങ്ങൾക്ക് കീഴ്പ്പെടാവുന്ന ജീവിതങ്ങളായി നിൽക്കുന്ന മനുഷ്യരുമുണ്ട് പ്രവീണിന്റെ കാഴ്ചയിൽ. താങ്ക് യു പ്രവീൺ. നമ്മളിപ്പോൾ കണ്ടത് പത്തനംതിട്ടയിലെ കാഴ്ചയാണ്. കേരളത്തിലെ ഓരോ നഗരത്തിലും ഇത്തരത്തിലുള്ള കാഴ്ചകളുണ്ട്. അവർക്ക് സ്വന്തമായി കൂരയില്ല, അവർക്ക് സുരക്ഷിതമായി ഉറങ്ങാൻ സ്ഥലവുമില്ല. സംസ്ഥാനത്ത് ഈ വർഷം സെപ്റ്റംബർ വരെ മാത്രം നടന്നത് 36,561 അപകടങ്ങളാണ്. ഇതിൽ മരിച്ചത് 2,843 പേരാണ്. അത്രയും അരക്ഷിതമായ റോഡരികിലാണ് നമ്മൾ കണ്ടവരെല്ലാം പ്രാണൻ കയ്യിൽ പിടിച്ച് കിടന്നുറങ്ങുന്നത്. സ്വന്തമായി കൂരയില്ലാത്ത മനുഷ്യർ, കിടപ്പാടമില്ലാത്ത മനുഷ്യർ, അവർക്ക് സുരക്ഷിതമായി കിടന്നുറങ്ങാൻ കഴിയാത്ത മനുഷ്യർ, ഒന്നുറങ്ങി സുഖമായൊരു സ്വപ്നം കാണാൻ കഴിയാത്ത മനുഷ്യർ, സ്വപ്നങ്ങൾ നിഷേധിക്കപ്പെട്ട മനുഷ്യർ. ഈ കാഴ്ച കാണേണ്ടവർ കാണണം, നടപടിയെടുക്കണം. നാട്ടികയിലെയും തൃശ്ശൂരിലെയും അപകടം നമ്മുടെ മുന്നിലെ സൂചനയാണ്. അവരും മനുഷ്യരാണ്.